ഇനി കോഴിക്കോട് താമരശ്ശേരിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് പിടിയിലായ ഫായിസിന്റെ വയറ്റിൽ നിന്ന് MDMA കണ്ടെത്തിയിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്കാനിങ്ങിലാണ് MDMA കണ്ടെത്തിയത്. ഇന്നലെ പോലീസ് പിടിയിലായ ഇയാൾ MDMA വിഴുങ്ങുകയായിരുന്നു. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, ഇന്നലെ ഇപ്പോൾ MDMA വിഴുങ്ങിയ ശേഷം അത് MDMA തന്നെയാണോ എന്ന് ഉറപ്പിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിരിക്കുന്നു. പിടികൂടിയാലും MDMA വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാടിലായിരുന്നു ഫൈസ്. തീർച്ചയായും ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. അവിടുത്തെ നാട്ടുകാര് നമ്മോട് പറയുന്നത് ഈ പറയുന്ന ഫായിസ് 2 ആഴ്ച മുമ്പ് MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ട് 5:30 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ ഫായിസ് 4 ദിവസം മുമ്പാണ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത്. വീട്ടിലെത്തിയ ഉടനെ ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. വീട്ടിൽ ഉമ്മയും സഹോദരിമാരുടെ മക്കളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവരെ കൊല്ലുമെന്നുള്ള അടക്കമുള്ള ഭീഷണിയായിരുന്നു ഉയർത്തിയത്. ഇത് അറിഞ്ഞ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. അതിനെ തുടർന്ന് പോലീസുകാർ ആ വീട്ടിലെത്തുകയും പോലീസിനെ കണ്ട ഫായിസ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയും കയ്യിലുണ്ടായിരുന്ന MDMA വിഴുങ്ങുകയുമായിരുന്നു. MDMA വിഴുങ്ങുന്നത് നാട്ടുകാരാണ് ആദ്യം കണ്ടത്. അപ്പൊ അതിനെ തുടർന്ന് നാട്ടുകാർ ഇത്തരത്തിൽ പോലീസുകാരോട് പറയുകയോ അതിനെ സംശയത്തെ തുടർന്ന് ആദ്യം താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഫായിസ് പറഞ്ഞിരുന്നത് താൻ ഒന്നും തന്നെ വിഴുങ്ങിയിരുന്നില്ല ഒന്നും വിഴുങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി പോലീസിനോടും ഡോക്ടർമാരോടും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഫായിസിനെ സ്കാനിങ്ങിന് ഉൾപ്പെടെ വിധേയമാക്കിയത്. അതിനെ തുടർന്ന് രാത്രിയിൽ തന്നെ തരി പോലെയുള്ള വസ്തുക്കൾ വയറ്റിൽ കണ്ടെത്തിയിരുന്നു. ഇത് MDMA ആണോ എന്നുള്ള കാര്യത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് പുലർച്ചെയോടെ കൂടിയാണ് ഇത്തരത്തിൽ ഇത് MDMA തന്നെയാണ് ഫായിസ് വിഴുങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ പരിശോധനക്കൊക്കെ ഷാനിദിനെ വിധേയമാക്കേണ്ടതുണ്ട്. കാരണം MDMA ആണ്, കൂടുതൽ അളവിലുള്ള MDMA ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മരണമടക്കം സംഭവിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഷാനിദിന്റെ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. MDMA കൂടുതൽ അളവിൽ വയറ്റിൽ കുടുങ്ങിയതിനെ തുടർന്നാണ് ഷാനിദിന്റെ മരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടും ഗൗരവത്തോടും കൂടി തന്നെയാണ് പോലീസും മെഡിക്കൽ കോളേജ് അധികൃതരും ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഷാനിദിനെ ഇപ്പോൾ പ്രാഥമിക ചികിത്സയെല്ലാം നൽകി അടിയന്തരമായിട്ടുള്ള ചികിത്സകളൊക്കെ തന്നെ ലഭ്യമാക്കാനുള്ള എല്ലാവിധ ഒരുക്കത്തിലുമാണ് ഡോക്ടർ ഉള്ളത്. യെസ്, എന്തായാലും ഫായിസ് വിഴുങ്ങിയത് MDMA തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണം പോലീസ് ലഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ കൂടുതൽ പരിശോധനകൾ, ചികിത്സകളൊക്കെ ആവശ്യമായി വരും. കഴിഞ്ഞ ദിവസവും ഇതുപോലെ ഷാനിദ എന്നൊരാൾ MDMA വിഴുങ്ങി അപകടത്തിൽപ്പെട്ടൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അയാളുടെ സുഹൃത്ത് തന്നെയാണ് ഈ ഫായിസ് എന്നുള്ള കാര്യം കൂടി വാർത്തയോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. എന്തായാലും MDMA ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും അവസാനിക്കുന്നില്ല.